ഹലോ ടീമേ, ഞാനിന്നും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വലിയൊരു സ്രാഗിനെ കിട്ടിയിട്ടുണ്ട്. നമുക്കതിനൊന്ന് സ്രാഗ് പൊടിച്ച് എടുക്കാം. ചെറിയ പൊടിയാക്കി എടുക്കാം. നമ്മൾ ഇത്തിരി വെള്ളം പാത്രത്തിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതിനെ മുക്കി നല്ലോണം ക്ലീൻ ചെയ്തെടുക്കാം. നല്ല തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി നല്ല കഴുകി നല്ല വൃത്തിയാക്കി എടുക്കണം. നല്ല ഭംഗി തന്നെ ഒക്കെ കഴുകി എല്ലാ സംഭവങ്ങളൊക്കെ അതിൻ്റെ നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട്. നമ്മളതിനെ മുറിച്ച് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം, ഒരു ചെറിയൊരു 2 ഗ്ലാസ് വെള്ളം കൊണ്ട് ഒഴിക്കണം. ഞാനതിൽ ഒരു 2 വേപ്പിലയും ഒരു ഇത്തിരി മഞ്ഞപ്പൊടി ഒരു ഇച്ചിരി ഉപ്പിട്ട് വേവിച്ച് നല്ലപോലെ അത് വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ നമ്മൾ ഒരു ചട്ടി അടപ്പത്ത് വെക്കണം. അതിൽ ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഗോൾഡ് വിന്നറാണ് ഒഴിച്ചത്. അതിൽ ഒരു ഇത്തിരി കടുക് ഇട്ടാൽ മതി. കുറച്ച് കടുക് അങ്ങോട്ട് പൊട്ടി വരുമ്പോൾ തന്നെ ഒരു സവാള ഇടണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി കുറച്ച്, അതിനോടൊപ്പം തന്നെ ഒരു 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇഞ്ചി വിട്ട് നല്ലോണം അങ്ങോട്ട് വഴറ്റിയെടുക്കാം. ഒരു ഇത്തിരി വേപ്പില നമ്മൾ കുറച്ച് ഇട്ടതാണ്, നല്ലൊരു ഇത്തിരി ഇട്ടിട്ടുണ്ട്. നല്ലോണം അങ്ങോട്ട് വഴറ്റിയെടുക്കാം. നല്ലോണം കുറച്ചങ്ങ് ഇട്ടിരുന്നത് നല്ലോണം വഴറ്റിയപ്പോൾ ഒരു തുള്ളി ഉപ്പ് ഇട്ടുള്ളൂ കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ടുള്ളൂ, കാരണം നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അതിൽ. അപ്പോൾ അതിൻ്റെ വില ഒരു ഇത്തിരി ഉപ്പിട്ടുള്ളൂ. ഉപ്പിട്ട് ഏകദേശമൊക്കെ അത് വഴറ്റിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി വേണം നമുക്ക്. ഒരു സ്പൂൺ മുളക് പൊടി, ഒരു 1.25 സ്പൂൺ മുളക് പൊടി. ചെറിയ സ്പൂണാണെങ്കിൽ 1.25, വലുതാണെങ്കിൽ 1 സ്പൂൺ മതി. ഞാനൊരു 1.25 സ്പൂൺ, ചെറിയ സ്പൂണായിരുന്നു. കുറച്ച് മുളക് പൊടി ഇട്ട് തീ ഓഫ് ചെയ്തിട്ടാണ് ഇട്ടത്. അതോടൊപ്പം തന്നെ ആ സ്രാഗ് വേവിച്ച് വെച്ചതും അതിലിട്ട് നല്ലപോലെ ഉടക്കണം. അത് ആ കയ്യിലുകൊണ്ട് തന്നെ, കയ്യിലാണ് എടുത്തത്. കയ്യിൽ കൊണ്ട് നല്ലതുപോലെ ഉടച്ചെടുക്കണം. നല്ല നമ്മൾ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം അത് അടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ചധികം സമയം വേണം എന്തായാലും. അത് തീ ഇത്തിരി സിമ്മിലാണ് ഇട്ടേണത്. കൂട്ടിയിട്ടാൽ വേഗം കരിഞ്ഞു പിടിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് കൂട്ടിയിടാം. അത് നല്ലപോലെ കുറച്ചധികം സമയം വേണം എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് കൊണ്ട് 2 വരി പാട്ട് പാടാം. ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സഹിക്കണം നിങ്ങൾ. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം. ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി, എൻ രാഗമോ പൂപ്പാളമായി, എൻ മുന്നിൽ നീ പുലർക്കന്യയായി. മതി കേട്ടോ. അപ്പോൾ ഏകദേശം എൻ്റെ പാട്ടിൻ്റെ കൂടി അത് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കണം. ഇളക്കലും മറന്നു വരുന്നേട്ടാ. പാട്ട് പാടിയൊന്നും മറന്ന് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കാൻ വേണം. ഏകദേശമൊക്കെ നല്ലോണം നമുക്ക് പൊടിഞ്ഞെല്ലാം നല്ല ചേർന്ന എല്ലൊക്കെ നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട്. കുരുമുളക് പൊടിയൊക്കെ കുറച്ച് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇടാം കേട്ടോ. ഞാനിപ്പോൾ അതിലിട്ടില്ല, കുറച്ചിടാം. ഏകദേശം എല്ലൊക്കെ നല്ലോണം ഭംഗിയായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മറന്നുപോലെ കുറച്ച് പേര് ചെയ്തിട്ടില്ല. സ്നേഹമുള്ളവരൊക്കെ കുറേ പേരൊക്കെ ചെയ്ത്, എന്തായാലും എല്ലാവർക്കും സ്നേഹം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ അത് ഒരു പാത്രത്തിലോട്ട് പകർത്താം. ചില്ലിൻ്റെ പാത്രത്തിൽ പകർത്തിക്കൊണ്ടിരിക്കണം. അപ്പം ഇനി ഇത് ആരാണ് ആദ്യം കഴിക്കാൻ വന്നതെന്ന് നമുക്ക് നോക്കാമല്ലോ. നമ്മുടെ വഴി കൂടി പോകണ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഞാൻ അവരെ വിളിച്ചാണ് കൊടുക്കാറുള്ളൂ. നമ്മുടെ സ്നേഹിതർ തന്നെയാണ് എല്ലാവരും, വേണ്ടപ്പെട്ടവരൊക്കെ തന്നെയാണ് എല്ലാവരും. അപ്പം അതിൻ്റെ ആരാണ് വന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി ഞാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് എന്തായാലും ഇടണം. കൊള്ളൂല്ലെങ്കിലും നല്ലതാണെങ്കിൽ നിങ്ങൾ സത്യം മാത്രം ഇട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഏകദേശം സ്രാഗ് പൊടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഗാർണിഷിന് വേണ്ടി കുറച്ച് വേപ്പില വെച്ച്, നമ്മുടെ വൈഫിൻ്റെ അനിയനാണ് അതിൽ കൂടി പോയത്. അവിടെ വന്നിട്ടുണ്ട്. അവർക്ക് തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത്. അപ്പോൾ എന്തായാലും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ചേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടാണ് പറഞ്ഞതെന്ന് അറിയില്ല. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ളൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട്, വൈഫിനെ വിളിക്കാൻ വന്നിട്ടുണ്ട്. ആ ചേച്ചിക്കും കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചിക്കും കുറച്ച് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. ആ ചേച്ചി എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഞങ്ങളുടെ അടുത്തുള്ള ചേച്ചിയുണ്ട് ലിഞ്ചു ചേച്ചി. വീഡിയോ അവസാനിച്ചിട്ടാണ്. അപ്പോൾ കമൻറ്റ്, ഷെയർ, ലൈക്ക് മറന്നു അവരുടെ സബ്സ്ക്രൈബ്.